ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഈ ജാതകക്കാരന്റെ ഭൂമിയിലെ ലക്ഷ്യങ്ങളെല്ലാം പൂർണ്ണമായും അവസാനിച്ചിരിക്കുന്നു. ആ ലക്ഷ്യപൂർത്തീകരണം സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ഭൂമിയിൽ നിൽക്കാനുള്ള അവസരമില്ല. എന്താനു? മാഡം, ഞാനൊരു വീഡിയോ അങ്ങോട്ട് അയച്ചിട്ടുണ്ട്, ഒന്ന് നോക്കാവോ? ശരി. ഭർത്താവിനെ കാണാനില്ല എന്ന് വാർത്ത നിലനിൽക്കെ പാതിരാത്രിയിൽ ഭർത്താവിനെ തിരഞ്ഞുള്ള കളക്ടറുടെ രാത്രി സഞ്ചാരം. ഈ തിരയുന്നത് സ്വന്തം ഭർത്താവിനെയോ അതോ മറ്റുള്ളവരുടെ ഭർത്താവിനെയോ? മാഡം പറഞ്ഞോളൂ. ആ യൂട്യൂബറിന്റെ ഡീറ്റെയിൽസ് എനിക്ക് കിട്ടണം. ഓക്കെ മാഡം. രാമേട്ടാ, കുറച്ചുകൂടി ഫാസ്റ്റ് ആയിട്ട് പോ. എന്താ എന്താ ഉണ്ടായത്? പണം ചോദിച്ചു ചെന്ന ഞങ്ങളെ എല്ലാരും കൂടെ തല്ലി സത്യമേ. ഈടാ വിഷ്ണു പോണ്ടടുത്ത് വിഷ്ണു തന്നെ പോണം. ഏതായാലും നിങ്ങൾക്ക് അടി കിട്ടിയത് നന്നായി. ഇതറിഞ്ഞാലേ വിഷ്ണു ഇങ്ങി വരും. ദേ, ഇവൻ അടിയിട്ടെന്ന് പറഞ്ഞാലേ അവൻ പെട്ടെന്ന് ഇങ്ങി വരും. കാരണേ കമലിനെ അവന്റെ ചങ്ക എന്ന് പറഞ്ഞ പിള്ളേ കുറച്ചാണെന്നല്ല കേട്ടോ. എന്തായാലും ചെയ്തത് കണ്ണിച്ചോറില്ലാത്ത പ്രവൃത്തിയാ. കൊടുത്ത പൈസയല്ലേ തിരിച്ചു ചോദിച്ചത്. ആശാൻ വന്നാലേ പണം തരുന്ന എല്ലാരും പറയുന്നേ. പണം വാങ്ങാൻ ആശാൻ ഇല്ലെന്നുള്ള കാര്യം എങ്ങാനും അറിഞ്ഞാലേ തരാൻ ഒരുങ്ങിയിരിക്കുന്നവര് പോലും പിന്നെ പണം തരില്ല. സത്യമേ, നമ്മുടെ പണമൊക്കെ വല്ലവന്റെ കയ്യിലായി പോയി. അവന്മാരെ അടിച്ച് പണം തിരിച്ചു വാങ്ങാനുള്ള ത്രാണി എനിക്ക് ഇല്ലാണ്ടും പോയി. ഇല്ലെങ്കിൽ ഞാൻ എങ്ങനെയെങ്കിലും പണം വാങ്ങിച്ചോണ്ട് വന്നേനെ. ഇവിടത്തെ അവസ്ഥ എനിക്ക് അറിയാവുന്നതല്ലേ. നമുക്ക് അവരോട് പോയി അടിച്ചു വാങ്ങാനുള്ള ഒരാളില്ലാതായി പോയില്ലേ സത്യാമേ? ആര് പറഞ്ഞു ആളില്ലെന്ന്? വിഷ്ണു അല്ല സ്ഥലത്തില്ലാതുള്ളൂ, രോഹിത് ഉണ്ടല്ലോ. എന്തായാലും തുനിഞ്ഞിറങ്ങി. ഇനി നമുക്ക് ഈ ബിസിനസ് നടത്തിക്കൊണ്ട് പോകാതിരിക്കാൻ പറ്റില്ല. പറയ സത്യമേ, എന്തിനാ വിളിച്ചേ? രോഹിത്തെ, നീ എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് എത്തണം. എടാ, ഇനി ഞാൻ വിളിക്കില്ല, അതാ എടുത്തു പറയുന്നത്. എന്താ സത്യമേ, കാര്യം എന്താ? കാര്യം എന്തെങ്കിലും ആവട്ടെ. എന്താ, നിനക്കെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഹേയ്, എന്ത് ബുദ്ധിമുട്ട്? സത്യമ്മ വിളിച്ച എവിടെയാണെങ്കിലും ഞാൻ വരും. അതിന് ദിവസം നേരെ നോക്കേണ്ട കാര്യമില്ലല്ലോ. എങ്കിൽ എത്രയും പെട്ടെന്ന് ഇങ്ങ് പോര്. നമുക്കിവിടെ ചിലതെല്ലാം ചെയ്ത് തീർക്കേണ്ടതുണ്ട്.